പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവീൻ ബാബുവിൻ്റെ കേസ്. അപ്പോൾ കൈക്കൂലി ആരോപണം പ്രശാന്തിനെതിരായ പരാതിയിൽ വിജിലൻസ് അന്വേഷണം കഴിഞ്ഞു. അപ്പം നവീൻ ബാബുവിൻ്റെ ഇതിൽ കുറേ ഇങ്ങനെ അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ തരത്തിലുള്ള രംഗത്ത് വന്നിരുന്നു. അപ്പോൾ പ്രശാന്തിനെതിരായ പരാതിയിൽ വിജിലൻസ് അന്വേഷണം കഴിഞ്ഞു. അപ്പോൾ കണ്ണൂർ ADM നവീൻ ബാബു ജീവൻ ഒടുക്കിയതിന് കാരണമായ കൈക്കൂലി ആരോപണത്തിൽ അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസ് സ്പെഷ്യൽ സെല്ലും. അപ്പോൾ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ് വിജിലൻസിൻ്റെ സ്പെഷ്യൽ സെല്ലും. അന്തിമ റിപ്പോർട്ട് ഈ ആഴ്ച ആഭ്യന്തര വകുപ്പിന് കൈമാറും. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെല്ലാണ് ആരോപണത്തിൽ അന്വേഷണം നടത്തിയത്. അപ്പോൾ കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെല്ലാണ് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത്. അപ്പോൾ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിനായി കൈക്കൂലി നൽകിയില്ലെന്നായിരുന്നു കൈക്കൂലി നൽകിയെന്നായിരുന്നു പ്രശാന്തൻ്റെ ആരോപണം. ഇത് പരിശോധിക്കാനായിരുന്നു വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന് സർക്കാർ നിർദ്ദേശം നൽകിയത്. അപ്പം തൃക്കണ്ഠപുരത്തെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് TA ഖാദറും കണ്ണൂർ മുൻ മേയറായ കോൺഗ്രസ് നേതാവ് TO മോഹനനും ഇത് സംബന്ധിച്ച് വിജിലൻസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രശാന്തിനെതിരായ പരാതിയിൽ വിജിലൻസ് അന്വേഷണം കഴിഞ്ഞെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം കൂടുതൽ വിവരങ്ങൾ എന്താണേലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, അതെ എന്താണെന്ന് ഇതുവരെ നമുക്കത് തെളിഞ്ഞിട്ടില്ല. എന്താണേലും ഇപ്പം കൊലപാതകമാണെന്നല്ലേ പരാമർശിക്കുന്നത്. അതെ, അതിന്റെ യാഥാർത്ഥ്യത്തിൽ എന്താണെന്നുള്ളത് ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല. നല്ല രീതിക്കുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല. കാരണം അത് രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തിന്റെ ഇതിലാണ് അന്വേഷണം നടക്കുന്നത്. പോലീസ് ഉൾപ്പെടെ പ്രതിക്ക് കൂട്ടാണ്. അപ്പം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഇതുവരെ നമുക്ക് നീതി ലഭിച്ചിട്ടില്ല. അപ്പം എന്താണേലും അത് അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.